0, and today we are going to solve a lead code problem 125, which is a valid palindrome. So first of all, we can read the question. A phrase is a palindrome if after converting all uppercase letter into lowercase letter and removing all non-alphanumeric character, it reads the same forward and backward. Alphanumeric character includes letters and numbers. സോ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യമേ ഒരു സ്ട്രിങ് തന്നിട്ടുണ്ട്. ഈ സ്ട്രിങ്ങിലുള്ള എല്ലാ റെഗുലർ എക്സ്പ്രഷൻസ് റിമൂവ് ചെയ്യണം. അതായത് ഈ സ്പേസ്, കോമ, അതായത് ഈ അല്ലാത്ത ഈ എക്സ്പ്രഷൻസൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇത് ഒരു സിമ്പിൾ സ്ട്രിങ് ആക്കണം. എന്നിട്ട് ഇതിനെ ഒരു ലോവർ കേസ് ആക്കണം. അതായത് ഈ എ ഒക്കെ ക്യാപിറ്റൽ ഉള്ളതൊക്കെ സ്മാൾ ലെറ്റർ ആക്കണം. എന്നിട്ട് ഇത് ആ സ്ട്രിങ് പാലിൻഡ്രം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ പാലിൻഡ്രം ആണെങ്കിൽ അത് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യണം. പാലിൻഡ്രം അല്ലെങ്കിൽ അത് ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യമേ ഈ സ്ട്രിങ്ങിൻ്റെ ഈ റെഗുലർ എക്സ്പ്രഷൻ അല്ല സാധാ എക്സ്പ്രഷൻസ് ഒക്കെ എടുത്ത് കളയും. അതായത് ഈ കോമ, സ്പേസ്, പിന്നെ ഈ അല്ലാത്ത ഈ കോഡ്സൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് ഈ കോളനൊക്കെ എടുത്ത് കളയും. അതാണ് ആദ്യം ചെയ്യുന്നത്. അതിനെ നമ്മൾ ആദ്യം ഒരു ഇമ്പോർട്ട് ചെയ്യണം. റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നതൊന്നും ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് മാറി എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോമ, ഈ കോളനൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അവിടെ നമ്മളൊരു ബ്ലാങ്ക് ആയിട്ട് കൊടുക്കും. അതായത് നമുക്ക് ഈ കോഡ് എഴുതാൻ മനസ്സിലാവും. അവിടെ നമ്മൾ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യും. ഇവിടെ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ, ഈ പറയുന്നതും ഈ കോളൻ, ഈ സ്പേസ് ഒക്കെ നമ്മളിവിടെ ഇറങ്ങും. അതായത് ഈ പറയുന്ന A to Z അപ്പർ കേസ് അല്ലെങ്കിൽ ലോവർ കേസ് ഉള്ളത് മാത്രമേ നമ്മൾ എടുക്കൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ ഈ പറയുന്ന ബ്ലാങ്ക് ആയിട്ട് കൊടുക്കും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളെടുക്കുന്ന സ്ട്രിങ് ആണ് എക്സ്. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന സ്ട്രിങ്ങിനെ നമ്മൾ ലോവർ കേസിലേക്ക് ഇത്രയാണ് പ്രിന്റ് ചെയ്യിച്ചു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന സ്ട്രിങ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്താൽ മതി. ഇത് പാലിൻഡ്രം ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം സ്ട്രിങ് എന്നിട്ട് ഇതിനെ റിവേഴ്സ് ചെയ്യും. അതിൻ്റെ പൈ തന്നെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് ഈ മെത്തേഡ്. ഇതിപ്പോൾ നമ്മൾ ആ പറയുന്ന സ്ട്രിങ്ങിനെ ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ചെയ്തിട്ട് എന്നിട്ട് അത് പാലിൻഡ്രം ആണെങ്കിൽ അത് റിട്ടേൺ ട്രൂ കൊടുക്കും, അല്ലെങ്കിൽ റിട്ടേൺ ഫാൾസ് അല്ല. നമുക്കിതിനെ റൺ ചെയ്യാം. മൂന്ന് ടെസ്റ്റ് കേസും പാസ്സായിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്തു. ഇവിടെ എറർ വന്നിട്ടുണ്ട്. ഈ എറർ എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ലെറ്റേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്പേഴ്സ് നമുക്ക് വേണം. അതുകൊണ്ട് ഇവിടെ നമ്പേഴ്സ് നമ്മളിവിടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കോഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം റൺ ടൈം 87.50 ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.